കിച്ചുവാണ് ഇന്നത്തെ വിഷയം. കിച്ചു പറഞ്ഞത് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. കിച്ചു ആരാണെന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാം അല്ലേ? രേണു സുധിയുടെ വളർത്തു മകനാണ്. അതായത് കൊല്ലം സുധിയുടെ സ്വന്തം മകൻ അല്ലേ? സ്വന്തം ചോരയിൽ പിറന്ന സ്വന്തം മകനാണ് ആര്? കിച്ചു. അപ്പോൾ കിച്ചു പറഞ്ഞൊരു വാക്കെന്ന് പറയുന്നത് പരാതികളുള്ളവരുടെ പരാതിയൊക്കെ തീരട്ടെ അല്ലേ? ഒരു വാക്കിൽ 2-3 അർത്ഥങ്ങളുണ്ട്. അതിലൊരു കണ്ടൻ്റാണ് അവൻ ഉപയോഗിച്ചത്. പരാതികളൊക്കെ തീരട്ടെ, പരാതികളുള്ളവരുടെ പരാതികളൊക്കെ തീരട്ടെ, ഞാൻ അവിടെ പോകാമെന്ന് അല്ലേ? അത് വേണ്ടായിരുന്നു കിച്ചു. നിനക്ക് അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്തിനാണത് വൈറലാക്കാൻ പോയി? നിനക്ക് രഹസ്യമായിട്ട് പോയി കണ്ടൂടെ? നാട്ടുകാരെ എന്തിനും ബോധിപ്പിക്കണം? അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അല്ലേ? പോണതും പോകാത്തതും നമ്മുടെ ഇഷ്ടം. നമ്മളൊരാൾ പറഞ്ഞതെന്ന് നമ്മൾ അത് അനുകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്വന്തം മനസ്സിൽ തോന്നി നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. കിച്ചു പറഞ്ഞു. പക്ഷെ പോയി കിച്ചുവിന് കാണാൻ പറ്റിയില്ല. അമ്മ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ കുഞ്ഞുമകനെ കണ്ടു എന്ന് പറഞ്ഞു. അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തു. അന്ന് അവനെ ഹാപ്പി ആക്കിയെന്നും പറഞ്ഞു. പക്ഷേ ഇതിലൊന്നുമല്ല കഥ. കിച്ചു അപ്പോൾ തിരിച്ചു വന്നിട്ട് ഓരോ ട്രോളന്മാരും കിച്ചു പറയുന്നതും രേണു സുധി പറയുന്നതും കേട്ടിട്ട് ട്രോളാൻ കാത്തിരിക്കുന്ന ട്രോളന്മാരുണ്ട്. നല്ല അഭിപ്രായം പറയുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവരെല്ലാം ട്രോളുന്നവരാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കിച്ചു പോയിട്ട് വന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാൻ അമ്മയെ വെറുത്തത്, എന്തുകൊണ്ടാണ് ഞാൻ അമ്മയിൽ നിന്ന് അകന്നത് എന്നുള്ള കാര്യം കിച്ചു പറയുന്നുണ്ട്. അമ്മ കാശ് കൊടുത്തുള്ള അക്കൗണ്ട് തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അമ്മ പറയുന്നുണ്ട്, മകനത് പറയുന്നില്ല. അക്കൗണ്ട് തുടങ്ങിയപ്പോൾ ഇത്ര രൂപ കിട്ടി, ഇത്ര കണ്ടൻ്റായി, ഇത്ര ജനങ്ങളായി, ഇത്ര ആൾക്കാരായി എന്നൊക്കെ പറഞ്ഞു വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി. അത് മകൻ ഇഷ്ടപ്പെട്ടില്ല. മകൻ അമ്മയോട് പ്രതികരിച്ചു. കുഞ്ഞു മകൻ വളർന്നു വരികയാണ്. അവൻ്റെ ഭാവി നഷ്ടപ്പെടും. നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ആ അമ്മയോട് മകൻ ചോദിച്ചപ്പോൾ അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളായി. അവൻ ചിന്തിച്ചു അമ്മയെ വിട്ട് അകന്നിരിക്കാമെന്ന്. എത്രയായാലും അവൻ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നുണ്ട്. ഒരാൺകുട്ടിയാണ്, വേറൊരാൺകുട്ടി വളർന്നു വരുന്നുണ്ട്. അവൻ സ്കൂളിൽ പോകുന്നു. കുട്ടികൾ അവനോട് ചോദിക്കും, തൻ്റെ അമ്മയല്ലേ രേണു സുധി, എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ വില പോയില്ലേ? മോശമല്ലേ? അത് മാത്രവുമല്ല, ആ ആൺകുട്ടികൾ ഇത് കാണുകയല്ലേ സോഷ്യൽ മീഡിയയിൽ. അവൾ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? അവൾ പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ ഒരൊറ്റ ഡയലോഗിൽ അവളെ ഞാൻ നന്നായിട്ട് വെറുത്തു എന്നുള്ളതാണ് സത്യം. അയ്യോ കടിക്കല്ലേ, ചുണ്ട് മുറിഞ്ഞിരിക്കുവാന്ന്. ഇത് ഏവന്മാരടുത്താണ് ഇവിടെ ഈ പറഞ്ഞത്, അയ്യോ കടിക്കല്ലേ, ചുണ്ട് മുറിഞ്ഞിരിക്കുവാന്ന്. ഇത് മറ്റുള്ള ജനങ്ങൾ കേൾക്കുമ്പോഴും സ്വന്തം മക്കൾ കേൾക്കുമ്പോഴും അവരുടെ മനസ്സിലുണ്ടാവുന്ന ആ മുറിവ് അതൊരിക്കലും പൊറുക്കാനോ മറക്കാനോ പറ്റില്ല. അവൻ ആ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നുണ്ട്. അവൾ ആ ചെയ്തത് വളരെ തെറ്റ് തന്നെയാണ്. അങ്ങനെ ചെയ്തുണ്ടാക്കിയ കാശ് കൊണ്ട് അവൾ എന്താണ് ഇപ്പം ചെയ്യുന്നത്? ആ രോഗത്തിന് മരുന്ന് മേടിക്കുകയാണല്ലേ? പല പട്ടിണി പാവങ്ങളുടെ കണ്ണുനീരാണ് ആ കാശ്. അതൊരിക്കലും രേണു നമുക്ക് പോക്കറ്റിൽ വെക്കാനോ ബാങ്കിലിടാനോ കഴിയില്ല. മോശമായി ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉണ്ടാക്കുന്ന കാശുകൾ അത് മോശമായി തന്നെ പോകും. നമുക്ക് നല്ല കാര്യങ്ങൾക്ക് ഉപകരിക്കാൻ പറ്റില്ല ഒരിക്കലും. നീ ചെയ്തത് വളരെ തെറ്റുകളുണ്ട് അതിനകത്ത്. കാശുണ്ടാക്കാൻ എത്രയോ മാർഗങ്ങൾ. നീ ചെയ്തത് വളരെ തെറ്റാണ്. അമ്മാതിരി അവിടെ ഇവിടെയും തുറന്ന് കാണിച്ച് അമ്മാതിരി കാശുണ്ടാക്കിയിട്ട് ഡയലോഗ് കടിക്കല്ലേ, പിന്നെ നാക്ക് കൊണ്ട് ഇങ്ങനെ കുറേ ആക്ഷൻ. അതൊന്നും അറിയില്ല അതൊന്നും. കാരണം നമ്മളങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. ഇതേമാതിരി കുറേ ആക്ഷൻ ഇതൊക്കെ നിങ്ങളുടെ മക്കൾ ഉൾപ്പെടെ കാണുകയാണ്. നിങ്ങളുടെ ഫാമിലി, അച്ഛൻ, കൂടപ്പുറപ്പിൻ്റെ ഹസ്ബൻഡ്, അങ്ങനെ പലരും കാണുകയാണ്. നാണമില്ലേ നിനക്ക്? ഇപ്പോൾ അതിലെന്തെങ്കിലും ഒന്ന് കാണിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് നീ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാവും. ഞാൻ പറയുന്നു, ഏതൊരു പെണ്ണും ദുഃഖിക്കും. പുറകിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകളെ ഓർത്ത് നമ്മൾ ദുഃഖിക്കും. വേണ്ടായിരുന്നു. പല പട്ടിണി പാവങ്ങളുടെ കണ്ണുനീരാണ് നീ ഇന്ന് അനുഭവിക്കുന്നത്. അങ്ങനെ വരണമെന്നല്ല ഞാൻ പറയുന്നത്. അതങ്ങനെയാണ്. ഒത്തിരി പേരുടെ കണ്ണുനീര് നമുക്ക് ബലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വരും.
ഒരിക്കലും ചെയ്യരുത്. ഈ അക്കൗണ്ടുകളിൽ പൈസ ഇട്ട് കയറുന്നവന്മാരൊക്കെ എല്ലാവരും കൊക്കോടികളുള്ളവരാണെന്നാണോ നീ വിചാരിക്കുന്നത്? അല്ല, ഒരുപാട് പട്ടിണിപ്പാവങ്ങളുണ്ട്. എന്ത് കാണാനാ വരുന്നതെന്ന് ചോദിച്ചാൽ ഇവന്മാർക്ക് പോലും അറിയില്ല കാണാൻ വരുന്നത് എന്താണെന്ന്. വീട്ടിലിരിക്കുന്ന എന്നെയാണ് ഇവിടെയും കാണുന്നത്. സ്പെഷ്യലായിട്ടൊന്നും തന്നെ ഇല്ല അവിടെ. പിന്നെ ചിലവർ പഞ്ഞി വെച്ചുകൊണ്ട് വരും, ചിലർ സിൽക്കോം വെച്ചുകൊണ്ട് വരും, ചിലവർ ചിരട്ട വെച്ചുകൊണ്ട് വരും. ഇതൊക്കെ തന്നെ വെച്ചുകൊണ്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് കാണാനായിട്ട് കുറേ അവന്മാർ മുണ്ടും മടുത്ത് കെട്ടിക്കൊണ്ട് ഇല്ലാത്ത കാശും ഉണ്ടാക്കിക്കൊണ്ട് രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം ആ കാശ് കൊണ്ടുവന്ന് ഈ ബാങ്കിലടയ്ക്കും. എന്തിനാ ഈ ബാങ്കിലടയ്ക്കുന്ന? കാണാൻ പറ്റാത്ത കാഴ്ചകൾ കാണാൻ. ഇതിനെക്കാട്ടിലും അടിപൊളി കാഴ്ചയാണ് എവിടെ ഇരിക്കുന്നത്, വീട്ടിലിരിക്കുന്നത്. അത് കാണാൻ വയ്യ. മനസ്സിലായില്ലേ? ഇതാണ് ചില മനുഷ്യർ. അതുകൊണ്ട് രേണുസുതിയോട് എനിക്ക് പറയാനുള്ളത്, ആ മകനെ ഇനിയെങ്കിലും വെറുതെ വിട്. അവൻ ജീവിക്കട്ടെ. അവനൊരു ഭാവിയുണ്ട്. അവനൊരു കല്യാണം കഴിക്കണം. ഒരു പെൺകുട്ടി വരാനുണ്ട്. അവനൊരു ജീവിതമുണ്ട്. അവൻ കുട്ടിയാണ്. അവനെ അവൻ്റെ ഇഷ്ടത്തിന് വിട്. അവന് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ഉടനെ അവൾ പറയുന്നു, നിൻ്റെ ചാറ്റ് ഞാൻ പുറത്തു വിടും. നിൻ്റെ രഹസ്യം എന്താണ് അമ്മയ്ക്കൊരു മകനെക്കുറിച്ച് രഹസ്യം പറയാനുള്ളത്? കൂടിപ്പോയാൽ അവൻ ഒരു പെണ്ണിനെ പ്രണയിച്ചെന്ന് പറയുമായിരിക്കും, അല്ലേ? അതിലും കൂടിപ്പോയാൽ അവൻ ചിലപ്പോൾ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ചെറുതായിട്ട് ഉപയോഗിച്ച് കാണും, അറിവില്ലാത്ത പ്രായത്തിലല്ലേ? ഇതൊക്കെയല്ലേ പറയാൻ കാണുള്ളൂ. വേറൊന്നും പറയാൻ കാണില്ല ഒരമ്മയ്ക്കൊരു മകനെക്കുറിച്ച്. അതുക്കും മേലെ നീ ഇല്ലായ്മ പറഞ്ഞുണ്ടാക്കിയാൽ ഇനിയും ആപത്തുകൾ വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും ആരെയും വേദനിപ്പിക്കരുത്. നമുക്ക് വന്ന വേദന എങ്ങനെ അകറ്റാമെന്ന് ചിന്തിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് എത്രയും വേഗം സൗഖ്യം കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. എനിക്ക് പറയാനുള്ളത് ഇതാണ്. ആ കുഞ്ഞിനെ വെറുതെ വിട്. എന്തായാലും ദൈവം നിനക്കൊരു കുഞ്ഞിനെ തന്നു. നിനക്ക് ആരോഗ്യം കിട്ടട്ടെ, ആ കുഞ്ഞിനെ വളർത്താം. ആ കുഞ്ഞിനെയെങ്കിലും നല്ല രീതിയിൽ വളർത്തും. ഇനി നീ ഈ രോഗത്തിൽ നിന്ന് ഭേദമായി പുറത്തു വന്നാലും നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക. ഇമ്മാതിരി ചാറ്റം തുടങ്ങി, ഇമ്മാതിരി അവിടെയും കാണിച്ച് ഇവിടെയും കാണിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഇനിയും പല പല പ്രശ്നങ്ങൾ വന്നു ചേരും. 2 കൈ കൊട്ടുമ്പോഴാണ് സൗണ്ട് കേൾക്കുന്നത്. ഒറ്റ കൈ കൊട്ടിയാൽ സൗണ്ട് കേൾക്കില്ല. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വാക്ക് സൂക്ഷിച്ചുപയോഗിക്കുക. അത് മുറിയുന്നതാണ്, കത്തി പോലെ.